ഇലക്ഷൻ എടുക്കുമ്പോൾ വരുന്ന ഓരോ കാര്യങ്ങൾ ഈ ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയമാണ്. ഗണേഷ് കുമാർ എന്ന ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെ ജനങ്ങൾക്ക് എന്തെല്ലാം ഉപകാരം ചെയ്തു, നാടിനെന്ത്, കേരളം എന്ന സംസ്ഥാനത്തിന് എന്ത് ഗുണം ചെയ്തു. മാതൃഭൂമി പത്രം നടത്തിയ സർവേയിൽ തന്നെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ട് എന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം, ഞാൻ ചെയ്യുന്ന ജോലി, എൻ്റെ സത്യസന്ധതയുള്ള വിശ്വാസം. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത് അവൻ്റെ സത്യസന്ധതയും അവൻ്റെ അഴിമതിരഹിതമായ ഭരണവും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യലുമാണ്. അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങളെ സൈബറിടങ്ങളിൽ ആക്രമിക്കുന്നത് പൈസ കൊടുത്ത് രാഷ്ട്രീയം. ഇവിടെ കോൺഗ്രസ് UDF നടത്തുന്ന ഒരു രാഷ്ട്രീയമാണ്. അതിനകത്ത് BJPയും പങ്കാളികളും. രാഷ്ട്രീയമായി ഇത് ഒരു കാര്യം ഞാൻ പറയാം. പത്തനാപുരത്തെ നിയമമണ്ഡലത്തിൽ ഇത്തരം കഥകൾക്ക് യാതൊരു പ്രസക്തിയില്ല. 2001 ആരാണ് ഗണേഷ് കുമാർ എന്നറിയില്ല, വെറും സിനിമാ നടൻ ബാലകൃഷ്ണ സാറിൻ്റെ മോനാണെന്ന് മാത്രം അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ പത്തനാപുരത്ത് എൻ്റെ മത്സരിക്കുമ്പോൾ എന്നെപ്പറ്റി പറയാത്ത അസഭ്യമില്ല. അന്ന് എൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീ എന്നെപ്പറ്റി 25 പേജുള്ളൊരു പുസ്തകം അടിച്ച് തിരുവനന്തപുരം കുടുംബ കോടതി കൊടുത്തിട്ട് അത് ഈ വീടുകളിലെല്ലാം വിതരണം ചെയ്താണ്. ക്രൈം വാരിയെ ലക്ഷക്കണക്കിന് അടിച്ച് ഈ നാട് മുഴുവൻ വിതരണം. ഞാൻ 10,000 വോട്ടാണ് ജയിച്ചത്. വലിയ നേതാവായിരുന്ന രാജീവ് ഗാന്ധി മരിച്ച ചിതാഭസ്മവുമായി പ്രചരണം നടത്തിയപ്പോൾ 1800 വോട്ടിന് കൊടിക്കുന്ന് സുരേഷ് ലീഡ് ചെയ്ത ആര്യങ്കാവ് പഞ്ചായത്തിൽ 8 വോട്ടിന് എനിക്ക് ലീഡുണ്ടായിരുന്നു. അത് 1500 വോട്ട് കൊടിക്കുന്ന് സുരേഷിന് പുറകിലായിരുന്നു. അദ്ദേഹം ചിതാഭസ്മമായി വന്നപ്പോൾ LDFന് മുൻതൂക്കമല്ല. ആര്യങ്കാവ് പഞ്ചായത്തിൽ അദ്ദേഹം 1800 വോട്ടിന് പുറകിലായിരുന്നു. പക്ഷേ ഞാൻ മത്സരിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥിയായി എനിക്ക് 8 വോട്ട് കൂടുതൽ കിട്ടിയതാണ്. അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇത് രാഷ്ട്രീയമല്ല. ഇത് കേരള ജനതയുടെ ഒരു ആവശ്യമുള്ള കാര്യമല്ല. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല, 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. നമ്മൾ രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയമുണ്ട്. ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി, ആ അമ്മ കമലാസുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ്. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് ഒന്നല്ല, 5000 പ്രണയമുണ്ട്. ഒരാളെ തിരഞ്ഞെടുപ്പെടുത്തപ്പോൾ ഞാൻ അഴിമതിക്കാരനാണെന്ന് പറയാൻ പറ്റില്ല, ഇടുകാര്യസ്ഥയുള്ളവനാണെന്ന് പറയില്ല. ഞാൻ ജനങ്ങളെ ദ്രോഹിച്ചു. ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ എന്നെ സ്നേഹിക്കുന്നവരാണ്. എന്നെ അവരുടെ സഹോദരങ്ങളായിട്ട് കാണുന്നവരാണ്. അവരെ നിങ്ങൾ ഇവിടെ കുറേ നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കൂടെ നിൽക്കുന്നവരാണ്. ഒരുത്തന് രാഷ്ട്രീയത്തിൽ പാവപ്പെട്ടവൻ എന്ത് ചെയ്യുന്നു, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ നാടിനെന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പത്തനാപുരത്തുകാർക്കുണ്ട്. ഇതിനേക്കാളും വലുത് കഴിഞ്ഞ മുമ്പത്തെ ഇലക്ഷനിലുണ്ടായിരുന്നു. 2013 ഞാൻ രാജിവെച്ചതിന് ശേഷം വന്ന ഇലക്ഷനിൽ എനിക്ക് ഭൂരിപക്ഷം കൂടി. എൻ്റെ മകൻ എന്നോട് ചോദിച്ചു, അച്ഛന് ഭൂരിപക്ഷം കൂടിയല്ലോ എന്ന് ചോദിച്ചു. ഇത്രയൊക്കെ ബഹളം ഉണ്ടായിട്ട് 2013 എന്നെ രാജിവെപ്പിച്ചു. കള്ളം പറഞ്ഞ് രാജിവെപ്പിച്ചു. വീട്ടിനകത്ത് നിന്ന് തന്നെ. എനിക്കെപ്പോഴും വീട്ടിനകത്ത് തന്നെയാണ് ശത്രുക്കൾ. വെളിയുന്നാരും വരാറില്ല. ബഹുമാന VS അച്യുതാനന്ദൻ എല്ലാവരുടെയും അഴിമതി കണ്ടെത്തുന്ന അദ്ദേഹം പോലും ഞാൻ അഴിമതിക്കാരനല്ല എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരാൾ അഴിമതിക്കാരനല്ല, രാഷ്ട്രീയത്തിലാണ്. ഞാൻ വർഗീയവാദിയല്ല, ഞാൻ അഴിമതിക്കാരനല്ല, ഞാൻ ജനങ്ങളെ ദ്രോഹിക്കുന്നവനല്ല. KSRTC ജീവനക്കാരെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല. അവരൊന്നടങ്കം എൻ്റെ കൂടെ നിൽക്കണം. ഒരാൾ ഏറ്റവും മിടുക്കനാണെന്ന് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്. അവർ പറയുന്നു ഗണേഷ് കുമാറാണ് ദി ബെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇന്നലെ പറഞ്ഞല്ലോ NSS എന്നെ പുറത്താക്കി എന്നല്ലായിരുന്നു വാർത്ത. എന്തായി? ഇലക്ഷൻ എടുത്തത് കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പാണ്. പിന്നെ NSS റോഡിൽ ഇറങ്ങി ജാഥ നടത്താൻ നിങ്ങൾ മനസ്സിലാവും. NSS റോഡിൽ ഇറങ്ങി പ്രതിഷേധ ജാഥ നടത്താൻ ആഹ്വാനം ചെയ്യാൻ ഒരേ ഒരാൾക്കേ അവകാശമുള്ളൂ. അത് NSSൻ്റെ ജനറൽ സെക്രട്ടറിക്കാണ്. അല്ലാതെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനോ താലൂക്ക് യൂണിയൻ സെക്രട്ടറിക്കോ ഒന്നും ജനങ്ങളെ, നായർ സമുദായത്തിൽപ്പെട്ടവരെ റോഡിലിറക്കി മുദ്രാവാക്യം വിളിക്കാൻ അനുവാദമില്ല. ശബരിമല വിഷയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട NSSൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഒരു ശരണം വിളിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തു. അത് കേരളത്തിലാകെ അലയടിച്ചു. എല്ലാ നായർ സമുദായങ്ങളും രാഷ്ട്രീയത്തിനപ്പുറമായി പങ്കെടുത്തു. അല്ലാതെ ഗണേഷ് കുമാറിനെതിരായിട്ട് ഇലക്ഷൻ എടുക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ജാഥ നടത്താനുള്ളതല്ല NSS ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്ന ആളാണെങ്കിലും ഞാൻ NSSൽ രാഷ്ട്രീയം കാണാറില്ല. ആരാണ് പട്ടാഴിയിൽ ജാഥ നടത്തിയത്? BJPക്കാരില്ല, കമ്മ്യൂണിസ്റ്റുകാരില്ല, കേരള കോൺഗ്രസ്സുകാരില്ല, ആരുമില്ല. കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ പട്ടാഴിയിൽ ഇന്നലെ ജാഥ നടത്തി എന്ന് പറയുന്നിടത്ത്. BJPയുടെ ഇവിടുത്തെ നേതാവ് എഴുതിയിട്ടുണ്ട്, NSSനെ ഹൈജാക്ക് ചെയ്യാൻ നോക്കേണ്ട കോൺഗ്രസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ Facebook പോസ്റ്റ്. ഇതൊക്കെ നിങ്ങൾ കാണണം. ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതുപോലുള്ള കുറച്ച് അലവലായിത്തരങ്ങൾ വരും. അത് ഞാൻ നേരത്തെ പ്രതീക്ഷിക്കുന്നതാണ്. എല്ലാ തവണയും ഉള്ളതാണ്. ആരാണ് എന്നെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഞാൻ 2001 മത്സരിക്കുമ്പോൾ എനിക്കെതിരെ എന്തെല്ലാം അനാവശ്യം പറഞ്ഞു. പിന്നെ പ്രണയത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു അത്ഭുതകരമായ കാര്യമല്ല. ഗണേഷ് കുമാറിന് പ്രണയമുണ്ട്, ഇഷ്ടംപോലുണ്ട്.
ഗണേഷ് കുമാറിനെ പ്രണയിക്കുന്നവരുണ്ട്, ഗണേഷ് കുമാർ പ്രണയിക്കും. ഞാൻ മാധവക്കുട്ടി പറഞ്ഞതുപോലെ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞതുപോലെ അവരൊക്കെ മഹാന്മാരാണല്ലോ. ഇതെനിക്ക് ഭൂരിപക്ഷം കൂട്ടൽ ഉണ്ടാക്കി തരും. ഇതെനിക്ക് ഭൂരിപക്ഷം കൂട്ടൽ ഉണ്ടാക്കി തരും. കാരണം വെച്ചാൽ ഇവനെ ഇനിയും തുടങ്ങിയോ, പഴയതുപോലെ ഇലക്ഷൻ എടുത്തപ്പോൾ ഇവനെതിരെ ഇനിയും തുടങ്ങിയോ എന്നുള്ള ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതെനിക്ക് ഈ നിൽക്കുന്ന സഹോദരിമാർ എനിക്ക് കൂടുതൽ വോട്ട് ചെയ്യും, ഞാൻ ഉറപ്പിച്ചു പറയാം. അവർ പറയും അവരെനിക്ക് വോട്ട് ചെയ്യും. പാവങ്ങളാണ്, ഞാൻ ജയിക്കും, വൻ ഭൂരിപക്ഷം ജയിക്കും. ഈ സഹോദരിമാരോടുള്ളിടത്തോളം ഞാൻ എന്നെ തോപ്പിക്കാൻ പോകില്ല. അത് കൈവച്ചിരുന്നാൽ മതി. അതിനെ അവരെ വെറുപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഇത്തരം കഥ ഇറക്കുന്നെങ്കിൽ കൈവച്ചിരുന്നാൽ മതി. എനിക്കതിലൊന്നും ഒരു ഭയമില്ല. പിന്നെ വ്യക്തിപരമായ കാര്യം, വീട്ടിനകത്തുള്ള കാര്യം മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതി. പക്ഷേ നിങ്ങളുടെ എനിക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല, കേരളത്തിലെ ജനതയോട് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. പ്രണയം ഒരു കുറ്റമല്ല, നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്, എന്നെ കേൾക്കുന്നവർക്കുണ്ട്. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. മഹാത്മാഗാന്ധി വിടുന്നില്ല, പിന്നാന്നോ പാവപ്പെട്ട എന്നെ? മഹാത്മാഗാന്ധി വിടുന്നില്ല, പാവപ്പെട്ട എന്നെ വിടുവോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിനെ പിടിച്ചുകൂടെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രണയം ഉണ്ടായിരുന്നത്, ഏറ്റവും നല്ല പ്രണയം ഉണ്ടായിരുന്നത്, അത് ആസ്വദിച്ച ഒരു മഹാനായ നേതാവാണ് ജവഹർലാൽ നെഹ്റു. മാധവിക്കുട്ടി, നമ്മുടെ ഇദ്ദേഹം, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, MD വാസുദേവൻ, ഇവരെല്ലാം പ്രണയത്തെക്കുറിച്ച് പറയുകയും അതിനെപ്പറ്റി ആസ്വദിക്കുകയും ചെയ്തവരാണ്. നിങ്ങളിപ്പോൾ ഒരു ആസ്വദിക്കുന്നില്ലേ? ഈ അബോർഷൻ നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. അയാളാണോ എന്നെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്? രണ്ടും അടച്ചു, സത്യമല്ലേ? ഡോക്ടർമാർക്ക് പണിയില്ലാതായി, രണ്ടും അവരെ ഏറ്റെടുത്തു. അത്തരം ആളുകളാണോ ഇതിനകത്ത് അഭിപ്രായം പറയുന്നത്? അവർക്ക് വേണ്ടി കുഴലുവാൻ നടക്കുന്നവന്മാരല്ലേ അത് അഭിപ്രായം പറയാം? പത്തനാപുരത്ത് ഒരുത്ത അഭിപ്രായം പറയുന്നു. അവൻ്റെ പ്രധാന ജോലി പാറ പൊട്ടിപ്പും അഴിമതിയും കൊള്ളയും പിടിച്ചു പറയുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ദയനീയമായി തോറ്റ ആളാണ്. അതിനൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട. കല്യാണം കഴിച്ച് 2 പിള്ളേരായിട്ടും KSU എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ എന്തോ പറയാൻ? ഇന്ന് ഈ നിൽക്കുന്ന ഈ നഗറിൽ കാണുന്ന എല്ലാ ഐശ്വര്യവും ഞാൻ കൊണ്ടുവന്ന എൻ്റെ പാർട്ടിക്കാരനാണ് ഈ നിൽക്കുന്ന മെമ്പർ. ഇയാളെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് ഈ നഗറിൽ കാണുന്ന എല്ലാ റോഡും ക്ലിയറാണ്. ഒന്ന് ഓടിച്ചു നോക്കി, വണ്ടിയൊന്ന് ഓടിച്ചു നോക്കി, എല്ലാ റോഡും ക്ലിയറാണ്. എല്ലാ വീട്ടിലും കുടിക്കാൻ വെള്ളമുണ്ട്. ഇതൊരു നഗരമാണ്, ഒരു SC നഗരമാണ്. ഈ നഗറിൽ താമസിക്കുന്ന പാവപ്പെട്ടവരുടെ എല്ലാവരുടെയും വീട്ടിൽ കുടിക്കാൻ വെള്ളമുണ്ട്, ശുദ്ധീകരിച്ച വെള്ളം. അതാണ് ഗണേഷ് കുമാർ, അല്ലെ മറ്റതല്ല ഗണേഷ് കുമാർ. NSS ജനറൽ സെക്രട്ടറി എന്നോട് ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യാത്ത, അദ്ദേഹം പോലും അറിയാത്ത കാര്യങ്ങൾക്ക് അദ്ദേഹം തീരുമാനിക്കും. എൻ്റെ കാര്യത്തിൽ അദ്ദേഹം എന്നോട് പറയാണ്, ഗണേഷ് കുമാർ നിങ്ങൾ രാജിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞാൽ ആ നിമിഷം രാജിവെക്കും. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ പിതാവിൻ്റെ മരണശേഷം എൻ്റെ പിതൃസ്ഥാനീയനായി നിന്ന് എന്നെ അനുഗ്രഹിക്കുകയും സഹായിക്കുന്ന വ്യക്തിയാണ് NSS ജനറൽ സെക്രട്ടറി. പറയാൻ എനിക്ക് യാതൊരു ലജ്ജയുമില്ല, അഭിമാനമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ മരിക്കുന്നതും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ സുകുമാരൻ നായരുടെ കാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ നിഴൽ പോലെ നിൽക്കണം എന്ന് എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പാലിച്ചിരിക്കും. അതിന് എനിക്ക് പിന്നെ സ്ഥാനമാനങ്ങൾ പ്രശ്നമല്ല, അദ്ദേഹം എനിക്ക് തന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് പറയാം, സാറേ ഒന്നും വേണ്ട, ഇനി ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹമാണ് എന്നെ ഡയറക്ടർ ബോർഡിലേക്ക് എടുത്തത്. എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ്, നാളെ രാവിലെ ഇവിടെ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് ഈ പറഞ്ഞത്. അദ്ദേഹം തീരുമാനിക്കും അക്കാര്യങ്ങളിൽ, അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. NSSനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ അനുസരിക്കുന്ന ഒരു മകനെ പോലൊരാളാണ്. ഞാൻ പ്രായത്തിൽ വളരെ കുറവാണ്. അദ്ദേഹം ഇതിനെ നയിച്ച് പരിചയമുള്ള വലിയ NSSൻ്റെ വലിയ നേതാവാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ ആരും പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട. അദ്ദേഹം എങ്ങനെ പറയുന്നു അതുപോലെയായിരിക്കും പത്തനാപുരം താലൂക്കിൻ്റെ മുന്നോട്ടുള്ള പോകുന്നത്. ഇപ്പോൾ എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കില്ല, അച്ഛനുണ്ടെങ്കിൽ അച്ഛന് പരിചയസമ്പന്നനാണ്. പക്ഷേ അദ്ദേഹത്തെ പോലെ പരിചയസമ്പന്നനായ സുകുമാരൻ നായർ സാർ പറയുമ്പോൾ ഞാൻ എൻ്റെ ഈ താലൂക്കുകളിൽ എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് ജനറൽ സെക്രട്ടറി ആയിരിക്കും, യാതൊരു സംശയമില്ല. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ കസേരയിൽ ഇരിക്കുന്നുള്ളൂ എന്ന് പറയുക, ഈഴവർ എനിക്കെതിരാണെന്ന് പറയുക, ഒന്നുമല്ല, ആരും എനിക്കെതിരല്ല. എനിക്ക് ജാതിയില്ല, മതമില്ല. ഞാനൊരു കലാകാരനായി ജീവിച്ചതാണ്. എനിക്ക് ജാതി മതമില്ല. ഞാൻ ഇന്ന് വരെ ഒരാളോടും നിങ്ങളേത് ജാതിയാണെന്ന് ചോദിച്ചിട്ടില്ല, എൻ്റെ വീട്ടിലൊരു കാര്യത്തിൽ വരുന്ന നിങ്ങളേത് പാർട്ടിയാണെന്ന് ചോദിച്ചിട്ടില്ല.